50,000 രൂപ കൊണ്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരുന്നത് സോറി എന്നൊരു മലയാള സിനിമയെ പറ്റിയാണ്. OTT സിനിമയായിരുന്നു അത്. 2 വർഷം മുന്നേ സൈന പ്ലേയിൽ റിലീസ് ആയിരുന്നു. ഇപ്പൊ ഇന്നലെ അത് സൈന മൂവീസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്ക്. ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് സബ് ടൈറ്റിൽസ്. ജസ്റ്റ് ഗിവ് ദിസ് മൂവി എ ട്രൈ. ഞാൻ സർപ്രൈസ് ആയ പോലെ നിങ്ങളും സർപ്രൈസ് ആവുന്നത് ഞാൻ വാക്ക് തരികയാണ്. അത്രയും ഇന്നോവേറ്റീവ് എക്സ്പീരിയൻസ് ആണ് അക്ഷയ് ചന്ദ്രശോഭ അശോക് എന്ന ഡയറക്ടർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താങ്ക് യു ബ്രോ, ആൻഡ് ഐ എം റൂട്ടിംഗ് ഫോർ യു ഫ്രം ദിസ് മൊമെന്റ് ഓൺവേർഡ്സ് ബിക്കോസ് യു ആർ എ വണ്ടർഫുൾ ഡയറക്ടർ എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ മൂവി. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഈ സിനിമ വെറും 1 മണിക്കൂർ 10 മിനിറ്റ് ഉള്ളൂ. ആ ഒരു മണിക്കൂർ 10 മിനിറ്റ് ഒരു ഗ്രിപ്പിംഗ് നറേറ്റീവ് കൂടെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. നമുക്ക് ഒരു നിമിഷം പോലും കണ്ടെടുക്കാൻ പറ്റില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മൾ ആ ഒരു വേൾഡിൽ ഇമേഴ്സ്ഡ് ആയിരിക്കും അക്ഷയ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വേൾഡിൽ. ആൻഡ് അതേപോലെ എനിക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടാൻ വേറെ ഒരു കാരണം ഈ ഹാമേഴ്സ് ഹെഡ്ഫോൺ ആണ്. ഹാമേഴ്സ് ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷ്വൽ ആണെങ്കിലും ഓഡിയോ വൈസ് ആണെങ്കിലും നല്ലൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഈ ഹെഡ്ഫോൺസ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ ഇതൊരു C-ടൈപ്പ് ചാർജറാണ്. അതേപോലെ ചാർജ് നന്നായിട്ട് നിൽക്കും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് അങ്ങനെ കുറേ നേരം ചെവി വെച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ചെവി വേദന വരില്ല. പിന്നെ ഇതിന്റെ കോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഒരാൾ കോൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പുറമേ ഉള്ള ശബ്ദം കേൾക്കാനുള്ള സാധ്യതകളും കുറച്ച് കൂടുതലാണ്. അതല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങൾ ഈ ഒരു സ്പീക്കറിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രണ്ട്ലി ഹെഡ്ഫോൺ തന്നെയാണ്. 2000 മുതൽ 2500 വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. വാങ്ങിച്ച് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. കമ്മിങ് ബാക്ക് ടു ദ റിവ്യൂ, ഈ സിനിമയിൽ 60 ന്യൂ കമേഴ്സിനെയാണ് ഈ ഒരു ഫിലിം മേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ വേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അരോമൽ ദേവരാജ് ആ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഗംഭീരമായിട്ട് തന്നെ ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഷ്കർ അലി കൂടെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമൽ ക്യൂദ്, ഇവരൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റിലോട് വരുവാണെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ബൈ അരുൺ രാംദാസ്, എഡിറ്റർ അഷിക് പുഷ്പരാജ്, മ്യൂസിക് ഡയറക്ടർ കമൽ അനിൽ, സിംഗർ അനുപമ ശ്രീദേവി, ഇവരെല്ലാവരും കമന്റബിൾ വർക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ സിനിമ വെറും 50,000 രൂപ വെച്ചാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടി തന്നെയായിരിക്കും. ഫിലിം മേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. ആൻഡ് ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽ ഹാർട്ട് പോലും വിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിനിമയുടെ വീണ്ടും അക്ഷയ് തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലും പോയി ഓണേർഡ് ആയ ഒരു സിനിമ കൂടിയാണ്. സോ ഞാൻ വീണ്ടും പറയാണ്, ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ബോറടിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ അവർക്ക് വേണ്ടിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അബി റിവീൽസ്.